നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ കർണാമൃതം ചൊല്ലി അർത്ഥം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 1.5 ആഴ്ച മുൻപ് ഞാനൊരു ചെറിയ യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി കേരളത്തിൽ നിന്നും ഞങ്ങൾ മംഗള എക്സ്പ്രസ്സിൽ ഡൽഹിയിലേക്ക് വണ്ടി കയറി. 3-ാം തീയതി അവിടെ എത്തി. അവിടെ 1-2 സ്ഥലങ്ങളൊക്കെ കണ്ട് 4-ാം തീയതി രാവിലെ പഞ്ചാബിലെ അമൃത്സറിലേക്കുള്ള ട്രെയിൻ കയറി. അവിടെയുള്ള പ്രസിദ്ധമായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അതൊന്നും ഞാനിവിടെ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. പിന്നെ ഹിമാചലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡൽഹിയിലേക്ക് മടങ്ങുകയായിരുന്നു. ആ മടക്കത്തിൽ എന്തായാലും ഹരിയാന വഴിക്കാണ് വരിക. കാറിലാണ് വന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട കഥകളിലൂടെ എൻ്റെ ചിന്തകളിൽ ഇഴചേർന്ന് നിൽക്കുന്ന ആ മഹാഭാരത ഭൂമി, ശ്രീകൃഷ്ണ അർജുന സംവാദമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ ജന്മഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രം, ഇത് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. അപ്പോൾ ആ വഴിക്ക് ഞങ്ങൾ പോകുമ്പോൾ തീർച്ചയായും ഇങ്ങനൊരു അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല, അല്ലേ? ഞാനും അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ്. ഇത് നേരത്തെ ഞങ്ങളുടെ ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞിരുന്നു കാണണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അത്ര പരിചയമില്ല കുരുക്ഷേത്രം ഒന്നെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടി വന്നില്ല. എന്തോ ഒരു അത്യാവശ്യം വന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ച് ഹിമാചലിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. അപ്പോൾ വേറൊരു ഡ്രൈവറെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. അത് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഉണ്ടായത്. അതെന്തോ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ. അദ്ദേഹത്തിനാണെങ്കിൽ കുരുക്ഷേത്രത്തിൽ താമസിക്കുന്ന ആൾ തന്നെ ആയതുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനപ്പാഠമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു ഈ കുരുക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ചില സ്ഥലങ്ങൾ കാണണം. അപ്പോൾ അദ്ദേഹത്തിന് വെച്ചാൽ വളരെ താല്പര്യം. അപ്പോൾ ഞങ്ങളെ എല്ലാ ദിക്കിലേക്കും കൊണ്ടുപോകാമെന്നും പറഞ്ഞു. എന്നിട്ട് ഡൽഹിയിൽ കൊണ്ടാക്കി തരാമെന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഉത്സാഹമായിരുന്നു കാണിച്ചു തരാൻ. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ പുതിയ സാരഥിയുടെ കൂടെ ഞങ്ങൾ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഈ സ്ഥലത്തിന് കുരുക്ഷേത്രം എന്ന പേര് വരാൻ കാരണം പലർക്കും അറിയുണ്ടാവും. പാണ്ഡവ കൗരവരുടെ പൂർവികരായിട്ടുള്ള കുരു എന്ന രാജാവിൻ്റെ പേരിലാണ് ഈ കുരുക്ഷേത്രം അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ കുറേ ഐതിഹ്യങ്ങളുണ്ട് കുരുക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് പറഞ്ഞു തന്നത് ഇപ്പോൾ ഞങ്ങൾ പോയ ആ അമ്പലങ്ങളിലൊക്കെ അവിടെ ഇരിക്കുന്ന നിത്യം വന്ന് തൊഴുന്ന ആൾക്കാർ പറഞ്ഞു തന്നു ചോദിച്ചപ്പോൾ. പിന്നെ അവിടുത്തെ പൂജാരിയാണ് ചില കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ആ കഥകൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ കുരുക്ഷേത്രം പണ്ട് സമന്ത പഞ്ചകം എന്നാണ് ഇത്ര അറിയപ്പെട്ടിരുന്നത്. അവിടെ ഈ കുരു രാജാവ് ഈ സ്ഥലത്ത് വന്നിട്ട് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ഇതാകെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു സ്വർണ്ണ കലപ്പയൊക്കെ കൊണ്ടുവന്നിട്ട്, രാജാവാണല്ലോ, നിലം ഉഴാൻ തുടങ്ങി. അങ്ങനെ കുറേ നിലം ഉഴുതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഈ രാജാവ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിലം ഉഴുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ. അപ്പോൾ എന്താണ് അങ്ങ് എന്ത് കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കുരു രാജാവ് പറഞ്ഞു, സത്യം, ദയ, ക്ഷമ, ശൗചം, ദാനം, ഇങ്ങനെ ബ്രഹ്മചര്യം, യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് 8 ഗുണങ്ങൾ, പുണ്യകർമ്മങ്ങളാണ് ഞാനിവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അത്രേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻ തിരിച്ചു പോയിത്രേ. കാരണം കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ സത്യവും ദയയും ഇങ്ങനെ തുടങ്ങിയ ഈ പുണ്യകർമ്മങ്ങളൊക്കെ. അപ്പോൾ ഇദ്ദേഹം പക്ഷെ അതൊന്നും ഗൗനിച്ചില്ല. വീണ്ടും നിലമുഴാനും ഒക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇതന്നെ ഉത്തരം, ഇതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്.
അപ്പോൾ മഹാവിഷ്ണുവിന് അത്ഭുതമായി. ഭഗവാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് ഇതൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ? ക്ഷമ, ദാനം, ദയ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇത് മനുഷ്യരിലുണ്ടാകേണ്ട ഗുണങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ വിത്ത് എവിടെയാണ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്നിട്ട് എന്തായാലും ഭഗവാൻ മഹാവിഷ്ണു കുരുരാജാവിനെ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കൃഷിയല്ലേ എന്ന് ചോദിച്ചു. ഈ ഗുണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ കൃഷി ചെയ്തെടുക്കുക എന്ന് ചോദിച്ചപ്പോൾ കുരുരാജാവ് പറഞ്ഞു, ഈ ഗുണങ്ങളൊക്കെ എൻ്റെ ശരീരത്തിലുണ്ട്, അതുകൊണ്ട് അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എനിക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, അങ്ങ് ഉഴുതോളൂ, ഞാൻ വിത്ത് വിതയ്ക്കാം, ആ വിത്ത് എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുരുരാജാവിന് ഒരു സംശയം ഉണ്ടായില്ല അത്രേ, തൻ്റെ വലത്തെ കൈ അങ്ങോട്ട് നീട്ടി കാണിച്ചു എന്ന്. അപ്പോൾ വിഷ്ണു തൻ്റെ സുദർശന ചക്രത്തിൽ ആ കൈ 1000 കഷ്ണങ്ങളാക്കി ഇത്ര. എന്നിട്ട് തൻ്റെ ഭക്തർക്കൊക്കെ വിതരണം ചെയ്തു. ഭക്തർക്ക് അപ്പോൾ എന്താ വിതരണം ചെയ്ത്? വിത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ഈ ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. തപസ്, സത്യം, ദയ, ഇതാണ് വിതരണം ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ കുരുരാജാവ് ഒട്ടും കുലുങ്ങിയില്ല, തൻ്റെ ഇടത്തെ കൈ നീട്ടി ഇത്ര. അതും മുമ്പത്തെ പോലെ തന്നെ ഭഗവാൻ ചെയ്തു. വളരെ ഉദാരമതിയായിരുന്നു കുരുരാജാവ്. തൻ്റെ ശരീരത്തിൽ അവയവങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അതിലും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഭഗവാൻ അതും എടുത്തു. പിന്നെ അവസാനം തൻ്റെ തല മാത്രമേ ബാക്കിയുള്ളൂ. അത് ഭഗവാനോട് അതെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തിൽ സന്തുഷ്ടനായി. എന്നിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുരുരാജാവ് ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ഉഴുത് വിത്ത് പാകിയിട്ടുള്ള ഈ സ്ഥലം ഇനി മുതൽ ഏറ്റവും പുണ്യമായ ഭൂമിയായി തീരണം, അല്ലെങ്കിൽ ഒരു തീർത്ഥസ്ഥലമായിട്ട് പ്രസിദ്ധി ആർജിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്ഥലം സന്ദർശിക്കുന്ന ഭക്തരായ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെ മരിക്കുന്നവർക്കൊക്കെ മോക്ഷം ലഭിക്കണം എന്നുമാണ് ഭഗവാൻ മഹാവിഷ്ണുവിനോട് കുരുരാജാവ് ചോദിച്ച വരം. അപ്പോൾ എന്തായാലും വിഷ്ണു ഭഗവാൻ അങ്ങനത്തെ ഒരു അനുഗ്രഹം കൊടുക്കും. കാരണം ഇത്രയും ഉദാരമതിയായിട്ടുള്ള ഒരു രാജാവിനെ ഇങ്ങനത്തെ അനുഗ്രഹം കൊടുക്കണമല്ലോ. തൻ്റെ ശരീരം കൊടുത്താലും ഇങ്ങനെ ഈ സദ്ഗുണങ്ങൾ ഭൂമിയിൽ വേണം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ അന്നു മുതലാണത്രേ ആ സ്ഥലം കുരുക്ഷേത്രം എന്ന് ആ കുരുരാജാവിൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ മഹാഭാരത യുദ്ധം എവിടെ വെച്ച് വേണം എന്ന് തീരുമാനിക്കാനുള്ള ആ ദൗത്യം ഭഗവാൻ കൃഷ്ണനാണത്രേ എല്ലാവരും ഏൽപ്പിച്ചത്. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു ഈ കുരുക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കാം, കാരണം ഇവിടെ മരിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും. അപ്പോൾ എന്തായാലും ഈ സ്ഥലമാണ് ഏറ്റവും ഉത്തമമായത് യുദ്ധത്തിന് എന്ന് വിചാരിച്ചിട്ടാണത്രേ ഈ സ്ഥലം അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നൊരു ഐതിഹ്യം ഉണ്ട്. പിന്നെ വേറൊരു കഥയും കൂടി അവിടെ പ്രചാരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ പൂജിക്കുന്ന പണ്ഡിറ്റാണോ എന്നെനിക്കറിയില്ല. ഞങ്ങൾ പോകുമ്പോൾ പൂജയും ഇതൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹമാണ് പറഞ്ഞത്, പണ്ഡിറ്റ് എന്നാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറൊരു കഥയും കൂടി ഉണ്ട്. ഈ കുരുക്ഷേത്രം എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ യുദ്ധഭൂമിയാക്കി തിരഞ്ഞെടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ ഇങ്ങനെ യുദ്ധം ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോൾ ദൂതരെ പല വഴിക്കും വിട്ടു. ഏതെങ്കിലും സ്ഥലം, അതായത് യുദ്ധം ചെയ്യുന്നത് സഹോദരന്മാരും അമ്മാവനും അങ്ങനെ ഗുരുക്കന്മാരും ഒക്കെയാണ് തമ്മിൽ. അപ്പോൾ യുദ്ധഭൂമിയിൽ വരുമ്പോൾ അവർക്കൊരു സ്നേഹം തോന്നരുത്. പരസ്പരം പോരിൽ വിളിക്കുന്ന സമയത്ത് ഇതെൻ്റെ സഹോദരനല്ലേ, അല്ലെങ്കിൽ അമ്മാവനല്ലേ, മുത്തശ്ശനല്ലേ എന്നൊന്നും അങ്ങനൊരു സ്നേഹഭാവം തോന്നരുത്. അങ്ങനത്തെ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പല ദൂതന്മാരെ പല വഴിക്കും വിട്ടു. അപ്പം അവർ പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കഥകളും വന്ന് പറഞ്ഞു. അതൊന്നും ശ്രീകൃഷ്ണൻ അത്ര ബോധിച്ചില്ല. അപ്പോൾ അതിൽ ഒരു ദൂതൻ വന്നിട്ട് ഒരു കഥ പറഞ്ഞു, ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ
ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചു ഇത് തന്നെയാണ് പറ്റിയ സ്ഥലം യുദ്ധത്തിന് എന്ന് വിചാരിച്ചു. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിക്കാരായിട്ടുള്ള 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ കനത്ത മഴ പെയ്തു അത്രേ. ആ മഴയെ തുടർന്നിട്ട് വയലിലേക്ക് വെള്ളം കുത്തിയൊലിക്കാൻ തുടങ്ങിയെന്ന്. ബണ്ട് കെട്ടുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പൊട്ടി തകർന്നിട്ട് വെള്ളം പാടത്തേക്ക് ഇങ്ങനെ കുത്തി ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ ഏട്ടനായിട്ടുള്ള ആ കൃഷിക്കാരൻ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, ആ വെള്ളം വയലിലേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്, അപ്പോൾ അതൊന്ന് എങ്ങനെയെങ്കിലും തടയാൻ നോക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അനിയനപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ പറ്റില്ല, ഏട്ടൻ എന്താ ചെയ്ത എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഏട്ടന് ദേഷ്യം വന്നു. നമുക്കങ്ങനെയാണല്ലോ, മൂത്തവർ പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരില്ലേ. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്തു, ദേഷ്യം വന്നിട്ട് ആ കലപ്പെടുത്തിട്ട് അനിയൻ്റെ തലയ്ക്ക് അടിച്ചു. അനിയൻ മരിച്ചു. ദേഷ്യത്തിൽ ചെയ്തതാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് ആകെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ മൃതശരീരം വലിച്ചു കൊണ്ടുവന്നു. അപ്പോഴും ദേഷ്യം തീർന്നില്ല. എന്നിട്ട് ആ മൃതശരീരം വലിച്ചു കൊണ്ടുവന്നിട്ട് എവിടെയാണ് ആ ബണ്ട് പൊട്ടി നിൽക്കുന്നത് അവിടെ വെച്ച് അടച്ചു. വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് വെച്ചിട്ട് അടച്ചു. അങ്ങനെയാണ് വെള്ളം നിർത്തിയെന്ന്. ഈ കഥ കേട്ടപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു ഈ ഭൂമി തന്നെയാണ് ഈ സഹോദരന്മാരായിട്ടുള്ള ഇവരുടെ യുദ്ധത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന്. കാരണം ഈ ഭൂമിയുടെ സംസ്കാരം എന്നൊന്നുണ്ട്. ആ സംസ്കാരം ഒരിക്കലും ഈ സഹോദരന്മാർക്ക് തമ്മിൽ സ്നേഹം ജനിക്കാൻ ഉതകുന്നതല്ല. അപ്പോൾ വിദ്വേഷം മാത്രമേ ഇവിടെ ഉണ്ടാകൂ എന്നുള്ള കാരണം കൊണ്ടാണ് അത്ര യുദ്ധത്തിന് ഈ ഭൂമി തിരഞ്ഞെടുത്തത് എന്ന് വേറൊരു കഥ. അത് അവിടെ തൊഴാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അവിടുത്തെ തന്നെ ഒരു പ്രാദേശികനായിട്ടുള്ള ഒരു അദ്ദേഹമാണ് പറഞ്ഞു തന്നത്. എനിക്കെന്തായാലും ആദ്യത്തെ കഥ സ്വീകരിക്കാനാണ് ഇഷ്ടം തോന്നിയത്. ഇത് എനിക്ക് തോന്നുന്നു നാടോടി കഥകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവിടങ്ങളിൽ പ്രചരിച്ച എന്തെങ്കിലും കഥകളായിരിക്കാം അല്ലേ, എന്തായാലും നമുക്കറിയില്ല. ചില കഥകളൊക്കെ ഇങ്ങനെ കേട്ടു എന്ന് മാത്രം. അവിടുന്ന് നമുക്കറിയാത്ത പല കഥകളുമാണ് അവിടെ അവർ പറഞ്ഞു തന്നത്. കുരുക്ഷേത്ര ആ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം നാം കാണുന്നത് നല്ല അതിവിശാലമായിട്ടുള്ളൊരു സരോവരമാണ്. അതായത് ബ്രഹ്മസരോവരം എന്ന് പറയും. ഞങ്ങൾ പക്ഷേ ആദ്യം അതല്ല കണ്ടത്. ഞങ്ങൾ അതിൻ്റെ ഒരു 8-9 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ജ്യോതിസർ എന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. കാരണം അത് 6:30 അടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ സമയം 6:15 എന്തായാലും ഞങ്ങളുടെ ഡ്രൈവർ ഏതൊക്കെയോ ഊടുവഴി കൂടെയൊക്കെ കൊണ്ടുപോയിട്ട് 6:30 ആകുമ്പോഴേക്കും അവിടെ എങ്ങനെയോ എത്തിച്ചു. 6:30 ആയി അവിടെ എത്തിച്ചു. അപ്പോഴേക്കും ആ മെയിൻ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെറിയൊരു ഗേറ്റ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ വേഗം കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി വന്ന് അതും പൂട്ടാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് ഇത് കാണുക വേണ്ടുള്ളൂ, ഞങ്ങൾ കുറേ ദൂരെ നിന്നാണ് വരണത്, അപ്പോൾ ഇത് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇത്ര ദൂരം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഉള്ളിൽ കടക്കു, വേഗം കണ്ടോളൂ, അല്ലെങ്കിൽ ലൈറ്റ് ഷോ 7:30 തുടങ്ങും, അതിന് ടിക്കറ്റ് എടുത്തിട്ട് കയറണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ലൈറ്റ് ഷോ ഒന്നും കാണണ്ട, അതൊന്നും കാണാൻ സമയമില്ല, ദൂരെ. അപ്പോൾ ഞങ്ങളുടെ വേഷം ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അവിടുത്തെ ആൾക്കാരല്ലല്ലോ, അപ്പോൾ എന്നാൽ കയറിക്കോളൂ വേഗം എന്ന് പറഞ്ഞു. വേഗം ഈ വഴി കൂടെ പോയിട്ട് വേഗം കണ്ടിട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഒക്കെ ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ എന്തോ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ അത് പൂട്ടിച്ചാൽ പിന്നെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആ ചെറിയ ഗേറ്റിൽ കൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഈ ബ്രഹ്മസരോവരിൽ നിന്ന് ഏതാണ്ട് ഒരു 8-9 കിലോമീറ്റർ ദൂരമായിട്ടാണ് ഈ ജ്യോതിസർ എന്ന് പറഞ്ഞ ഈ സ്ഥലം. അവിടെ ചെറിയൊരു സരസ്സുണ്ട്. ആ സരസ്സും അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ഈ ജ്യോതിസർ എന്ന് പറഞ്ഞ സ്ഥലം. ആ സരസ്സിലിറങ്ങി ആ തീർത്ഥം തലയിൽ തെളിച്ച് അടുത്ത് കാണുന്ന ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എല്ലാവരും വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രാചീനമായ ശിവക്ഷേത്രം എന്നവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവിടെ കയറി തൊഴുത് അതിൻ്റെ ചുറ്റും ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രങ്ങൾ പലരും ഉണ്ട്. രാധാകൃഷ്ണൻ, ശിവപാർവതിമാർ, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹർ, അങ്ങനെ പല പ്രതിഷ്ഠകളും ഉണ്ട് അവിടെ.
അവിടുത്തെ ആ സരസിൻ്റെ തീരത്ത് തന്നെയുള്ള ഒരു പേരാലിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു അത്രേ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം ചെയ്തത് എന്നാണ് പറയുന്നത്. ആ പേരാല് ഇന്നും നശിക്കാതെ ഒരു വൃക്ഷപിതാമഹനായിട്ട് അവിടെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. അക്ഷയ് വഡ് എന്നാണ് അവർ വിളിക്കുന്നത്. അക്ഷയം എന്ന് വെച്ചാൽ ക്ഷയിക്കാത്തത്, നശിക്കാത്തത് എന്നൊക്കെ അർത്ഥം. വടം എന്ന് വടവൃക്ഷം, ആൽമരത്തിനാണ് വടവൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ദ്വാപരയുഗത്തോളം പഴക്കമുണ്ട് ആ ആൽമരത്തിന് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു 5000 വർഷത്തെ പഴക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്ര പഴക്കമൊന്നും നമുക്ക് ആ പേരാൽ കണ്ടാൽ തോന്നില്ല. ചിലപ്പോൾ ഭഗവാന്റെ മുഖത്തുനിന്ന് നേരിട്ട് ഗീതോപദേശം കേട്ടതുകൊണ്ടാവാം അതവിടെ ഇങ്ങനെ ക്ഷയിക്കാതെ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ആ അക്ഷയവടിനെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഗീതാശ്ലോകങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് എനിക്ക് ആ അക്ഷയവടിനെ പ്രദക്ഷിണം വെച്ചപ്പോൾ തോന്നിയത്. ആ അക്ഷയവടിൻ്റെ മുന്നിൽ തന്നെ ഗീതോപദേശത്തിൻ്റെ ഒരു ശില്പം പ്രതീകാത്മകമായിട്ട് തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ചില്ലുകൂട്ടിലാക്കിയിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വടവൃക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ശങ്കരാചാര്യരുടെ ശിഷ്യർക്ക് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. ശ്രീ ശങ്കരാചാര്യസ്വാമികളാണത്രേ ഈ അക്ഷയവടും ഇതൊക്കെ 9-ാം നൂറ്റാണ്ടിൽ ഇവിടെ കണ്ടെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെയും കൂടിയിട്ടുള്ള ഒരു പ്രതിഷ്ഠ ഇതിന് അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ചെറിയ ഈ തടാകത്തിൻ്റെ പിന്നിലായിട്ട് ഒരു വലിയൊരു പ്രതിമ ഉണ്ട്. ശ്രീകൃഷ്ണൻ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തുല്ലോ, അതിൻ്റെ പ്രതീകമായിട്ട് അവിടെ ഒരു വലിയ വിരാട് രൂപ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കിഴക്കോട്ട് അഭിമുഖമായിട്ടായിരിക്കണേ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സമയം ഏതാണ്ട് 6:30-7 ആയതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന ആ രശ്മികൾ പിന്നുന്ന ആ പ്രതിമയുടെ പിന്നിൽ നിന്നാണ് തട്ടിയിരുന്നത്. അപ്പോൾ മുഖം അത്ര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ കഴിയുന്നത് പോലെ എൻ്റെ ചെറിയ ഫോണിൽ കഴിയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ഭംഗിയുള്ള ആകർഷിക്കുന്ന ഒരു പ്രതിമ തന്നെയാണ്. അതവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതിൻ്റെ ചുറ്റും ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങളുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ശില്പം തന്നെയാണത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ഗീതാമൃതം നുകർന്ന് അക്ഷയനായി തീർന്ന ആ വടവൃക്ഷത്തെ ഒന്നുകൂടി നമസ്കരിച്ച് ഭഗവത്ഗീതയുടെ ജന്മഭൂമിയിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോന്നു. അവിടെ നിന്നും പിന്നെ ഞങ്ങൾ പോയത് 2 കിലോമീറ്റർ പുറകോട്ട് വന്ന ഭീഷ്മകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവറായിട്ടുള്ള ജയപ്രകാശ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് അവരെല്ലാം ഇതിന് ബാൺഗംഗ എന്നാണ് പറയാറ് എന്നാണ്. നർക്കാതാരി എന്ന് വേറൊരു പേരും ഇതിനുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പുണ്യഭൂമിയിലാണത്ര സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ ഉത്തരായന കാലം കാത്തു കിടന്നത്. ഈ സ്ഥലത്തിന് ബാണഗംഗ എന്നറിയപ്പെടാൻ കാരണം എന്താ വെച്ചാൽ അർജുനൻ തീർത്തിട്ടുള്ള ആ ശരശയ്യയിലായിരുന്നല്ലോ ഭീഷ്മ പിതാമഹൻ കടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ദാഹിച്ചു. അപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ദുര്യോധനും മറ്റ് ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നല്ല വിശേഷപ്പെട്ട പാനീയങ്ങളൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. എന്നിട്ട് അർജുനൻ്റെ മുഖത്തേക്ക് നോക്കിയെന്നാണ്. അപ്പോൾ ഉടൻ അർജുനന് കാര്യം മനസ്സിലായി. അർജുനൻ ഭൂമിയിലേക്ക് പർജന്യാസ്ത്രം തൊടുത്തുവെന്നും അപ്പോൾ ഭൂമി പിളർന്നിട്ട് വന്ന ആ നീരുറവ അദ്ദേഹത്തിൻ്റെ ദാഹം ശമിപ്പിച്ചു എന്നുമാണ് കഥ. ഭൂമിയിൽ നിന്നും വന്നിട്ടുള്ള ആ വെള്ളം അത് ഗംഗാജലം ആയിരുന്നു. അത് അർജുനൻ തൻ്റെ അസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ ബാണം കൊണ്ട് ഭൂമിയിൽ നിന്നും വരുത്തിയതുകൊണ്ട് അതിനെ ബാണഗംഗ
എന്നും വിളിക്കാൻ തുടങ്ങി എന്നാണ് ഒരു ഐതിഹ്യം. ഗംഗാപുത്രൻ തന്നെയാണല്ലോ ഭീഷ്മർ. അപ്പോൾ അമ്മ തന്നെ വന്നിട്ട് മകൻ്റെ ദാഹം ശമിപ്പിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അന്ന് അർജുനൻ്റെ ആ ബാണം കൊണ്ട് വന്നിട്ടുള്ള ആ ജലം ഇപ്പോൾ ചെറിയൊരു സരസ് എന്ന് പറയാൻ വയ്യ, ഒരു ജലാശയമായിട്ട് ഇപ്പോഴും അവിടെ കാണാം. അതിൻ്റെ ആ അടുത്ത് തന്നെ ഭീഷ്മരുടെയും അർജുൻ്റെ ഒരു ശില്പമുണ്ട്. ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്നു, തൊട്ടടുത്ത് അർജുനൻ ഒരു കുറ്റബോധത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു പ്രതിമ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതിനടുത്തുള്ള 1-2 ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഈ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ആ അമ്പലത്തിലുള്ളത്. ഇങ്ങനെ പ്രതിഷ്ഠയുള്ള ചിലപ്പോൾ ഒരു ക്ഷേത്രം മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു, വേറെ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചാൽ എനിക്ക് പറഞ്ഞു തരൂ കേട്ടോ. പിന്നെ ഈ സരോവരത്തിൻ്റെ പിന്നിലായിട്ട് വേറൊരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ഹനുമാൻ്റെ ഒരു വലിയൊരു പ്രതിമ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജലാശയം പ്രദക്ഷിണം വെച്ചിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ഭീഷ്മകുണ്ടിലുള്ള ആ പ്രതിമ, അദ്ദേഹം ശരശയ്യയിൽ കിടക്കുന്ന പ്രതിമ അങ്ങനെ നോക്കി നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇവിടുന്ന് വിഷ്ണു സഹസ്രനാമം ഓർമ്മ വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണല്ലോ, ആ ഭീഷ്മർ ശരശയ്യയിൽ കടന്നുകൊണ്ടല്ലേ യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ പുണ്യഭൂമിയിൽ വെച്ചിട്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കുട്ടിക്കാലത്ത് മുത്തശ്ശൻ പറഞ്ഞു തന്ന ആ മഹാഭാരത കഥകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങി. ആ പുണ്യഭൂമിയെ പ്രണമിച്ച് ഞങ്ങൾ ബ്രഹ്മസരോവരത്തിലേക്ക് യാത്രയായി. അതിവിശാലമാണ് ബ്രഹ്മസരോവരം. മനുഷ്യനിർമ്മിതമാണ് ഈ സരോവരം. ഇത് ഏഷ്യയിലെ തന്നെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ സരോവരമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ബ്രഹ്മസരോവരം പ്രദക്ഷിണം വെക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതൊരു 2-3 മണിക്കൂർ എടുക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത്രയും വിശാലമാണ് ഈ സരോവരം. ഞങ്ങൾക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് അത് പ്രദക്ഷിണം വയ്ക്കാൻ ഞാൻ മുതിർന്നില്ല. ഇവിടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണത്രേ സൂര്യഗ്രഹണ സമയത്ത് സ്നാനം ചെയ്യാൻ വേണ്ടി എത്തുക. അതുപോലെ ഗീതാ ജയന്തിക്കും അതെ, ധാരാളം ഭക്തർ ഇവിടെ എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ആ സൂര്യഗ്രഹണ സമയത്ത് ഇവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ അശ്വമേധയാഗം നടത്തിയതിൻ്റെ ഫലമാണ് ലഭിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു ദ്വീപ് പോലൊരു സ്ഥലമുണ്ട്. 2 ഭാഗമായിട്ട് തോന്നുന്നു ഈ സരോവരം. പിന്നെ നടുവിൽ ഒരു കര പോലെ കുറച്ച് ഭാഗമുണ്ട്. അതിൽ ഏറ്റവും നടുവിലായിട്ട് സർവേശ്വർ മഹാദേവ് എന്നോ എന്തോ അവിടെ അങ്ങനെയാണ് തോന്നുന്നു, അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ഈ പേരിൽ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അവിടെ പൂജാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹമാണ് എനിക്ക് ബാക്കി കഥകളൊക്കെ പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞത്, ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുൻപ് ഒരു യജ്ഞം നടത്തി. അത് ഈ പ്രദേശത്താണ് ഇത്രയും നടത്തിയത്. അവിടെയാണ് ഇപ്പോൾ ഈ ബ്രഹ്മസരോവർ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഈ ശിവനെ ആരാധിച്ചിരുന്നു. ആ ശിവലിംഗമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഇത്ര ഇതിന് ബ്രഹ്മസരോവർ എന്ന് പേര് വരാൻ കാരണം. പിന്നെ ഈ സരോവരത്തിന് ജീർണോദ്ധാരണം ആദ്യമായിട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുരു എന്ന് പറഞ്ഞിട്ടുള്ള ആ രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിന് ചുറ്റും ഈ സരോവരത്തിന് ചുറ്റും ഉണ്ടല്ലോ മഹാഭാരത കഥ ഇങ്ങനെ കൊത്തിവെച്ചിട്ട് അല്ലെങ്കിൽ ആലേഖനം ചെയ്തിട്ടുള്ള കുറേ ഫലകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സരോവരം പ്രദക്ഷിണം വെച്ചാൽ ഏതാണ്ട് മഹാഭാരത കഥകൾ മുഴുവനും നമുക്ക് മനപ്പാഠാവും തോന്നുന്നു. അങ്ങനെ എല്ലാതും അതിലിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സരോവരം നമുക്ക് 2 ഭാഗമായി നിൽക്കുന്നത് പോലെ തോന്നും. കാരണം എന്താ വെച്ചാൽ നടുവിലൊരു ദ്വീപ് പോലെ തോന്നും, ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ ഭാരത യുദ്ധത്തിന് ശേഷം, അതിൻ്റെ വിജയത്തിന് ശേഷം യുധിഷ്ഠിരൻ വന്നിട്ട് ഒരു വിജയസ്തംഭം നിർമ്മിച്ചിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു ഗീതോപദേശത്തിൻ്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് 35 ടണ്ണൊക്കെ ഭാരമുണ്ട് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുണ്ട്. അത് ഞങ്ങൾ രാത്രിയായാലും അവിടെ എത്താൻ. അപ്പോൾ അതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട്
കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ശിവൻ്റെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ക്ഷേത്രത്തിൻ്റെ പിന്നിലായിട്ട് തന്നെ ഒരു കാർത്യായനി ദേവിയുടെ ഒരു ക്ഷേത്രവും കണ്ടു. നമ്മൾ ഈ അമ്പലത്തിൻ്റെ വലത്ത് ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് വലത്ത് ഭാഗത്തായിട്ട് തന്നെ ചെറിയൊരു എന്തോ ഒരു ക്ഷേത്രം പോലെ എന്തോ ഒന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി നോക്കിയപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് തന്നെ ദ്രൗപദി കൂപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂപെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറാണല്ലോ. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ അവിടെയാണ് യുദ്ധം കഴിഞ്ഞിട്ട് ദുശാസനെ വധിച്ചു, ഭീമൻ വധിച്ചുല്ലോ. അപ്പം വധിച്ചിട്ട് ആ രക്തം കൊണ്ട് ദ്രൗപദിയുടെ തലയിൽ തേക്കണം, അതായിരുന്നല്ലോ ദ്രൗപദി പറഞ്ഞത്. അതുകൊണ്ടല്ലേ മുടി അഴിച്ചിട്ട് നടന്നിരുന്നത് ദ്രൗപദി. ആ ദുശാസൻ്റെ രക്തം തേച്ചിട്ട് ഇനി മുടി കെട്ടിവെക്കൂ എന്നല്ലേ പ്രതിജ്ഞ ചെയ്ത്. അപ്പോൾ അങ്ങനെ ആ ദ്രൗപദിയുടെ തലയിൽ അത് തേച്ചിട്ട് അത് കഴുകി കളഞ്ഞത് ഈ കിണറിലെ വെള്ളത്തിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എല്ലാവരും വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടു. അതിൻ്റെ അടുത്ത് തന്നെ കൃഷ്ണൻ്റെ ഒരു അമ്പലവും കണ്ടു. ഇവിടെ ഇനിയും കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭദ്രകാളിയുടെ ഒരു ശക്തിപീഠം കുരുക്ഷേത്രത്തിലുണ്ടെന്ന് കേട്ടിരുന്നു. അത് ഇവിടുന്ന് കുറേ ദൂരം പോകണത്രേ. അപ്പോൾ ഞങ്ങളതിന് മുതിർന്നില്ല. പിന്നെ ഇസ്കോൺ പ്രസ്ഥാന പണിതീർത്തുന്ന ഒരു വലിയ ക്ഷേത്രം വരുന്ന വഴിക്ക് കണ്ടിരുന്നു. വളരെ വലുതാണ്. പിന്നെ അതുമാതിരി കൽപ്പന ചൗളയുടെ പേരിലൊരു പ്ലാനറ്റോറിയം കണ്ടിരുന്നു, കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി. പിന്നെ കൃഷ്ണൻ്റെ തന്നെ എന്തോ കഥകൾ, മഹാഭാരത കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരു മ്യൂസിയം ഉണ്ട് എന്ന് പറഞ്ഞു ഇതിനടുത്ത്. അതൊന്നും ഞങ്ങൾ കാണാൻ പോയിട്ടില്ല. എനിക്ക് ഈ നമ്മുടെ ഇതിഹാസങ്ങൾ, ചരിത്രമൊക്കെ ഉറങ്ങുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാനായിരുന്നു ആഗ്രഹം. അതെന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് കാണാൻ സാധിച്ചു. ഇനി ഇങ്ങോട്ട് വരാൻ സാധിക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല. എങ്ങനെയായാലും നമ്മുടെ ഇതിഹാസമുറങ്ങുന്ന ഭഗവത്ഗീതയുടെ ജന്മഭൂമിയായിട്ടുള്ള ഈ കുരുക്ഷേത്ര ഭൂമിയിലെ കാഴ്ചകൾ മനസ്സിൽ നിറച്ച് ആ നിറഞ്ഞ മനസ്സുമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിപ്പോന്നത്. ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്.